പത്തനംതിട്ട ചരൽക്കുന്നിൽ യുവാക്കളെ ക്രൂരമായി പീഡിപ്പിച്ച യുവദമ്പതിമാർ അറസ്റ്റിൽ. ചരൽക്കുന്ന് സ്വദേശി ജയേഷ്, ഭാര്യ രശ്മി എന്നിവരാണ് അറസ്റ്റിലായത്. റാന്നി, ആലപ്പുഴ സ്വദേശികളെയാണ് ഇരുവരും അതിക്രൂരമായി മർദ്ദിച്ചത്. സ്വകാര്യ ഭാഗത്ത് സ്റ്റേപ്ലെയർ പിന്നുകൾ അടിക്കുകയും കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ 2 യുവാക്കളും ബന്ധുക്കളാണ്. ഇവർക്ക് രശ്മിയുമായുള്ള ബന്ധം ജയേഷ് അറിഞ്ഞതിനെ തുടർന്നാണ് ഭാര്യയുടെ സഹായത്തോടെ ഇരുവരും വെവ്വേറെ ദിവസങ്ങളിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതും ക്രൂരമായി മർദ്ദിച്ചതുമെന്ന് പോലീസ് കണ്ടെത്തി. അതിക്രമം നടന്ന കോയിപ്രം ആന്താലിമണ്ണിലെ വീട്ടിൽ മുഖ്യപ്രതി ജയേഷിനെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. സെപ്റ്റംബർ 1 ആലപ്പുഴ സ്വദേശിക്ക് മർദ്ദനമേറ്റത്. തിരുവോണ ദിവസമായ 5 റാന്നി സ്വദേശിയായ യുവാവിനോടുള്ള ക്രൂരത. 2 യുവാക്കളും ബന്ധുക്കളാണ്. ഇരുവരും സംഭവം പുറത്തു പറഞ്ഞില്ലെങ്കിലും റാന്നി സ്വദേശിക്ക് മർദ്ദനമേറ്റ വിവരം ആശുപത്രിയിൽ നിന്നറിഞ്ഞ പോലീസ് സ്ഥലത്ത് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇതോടെയാണ് ആലപ്പുഴ സ്വദേശിയും സമാന പീഡനത്തിന് ഇരയായ വിവരവും പുറത്തുവന്നത്. റാന്നി സ്വദേശിയായ യുവാവും പ്രതിയായ ജയേഷും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും സുഹൃത്തുക്കളുമാണ്. തിരുവോണ ദിവസം ഇയാളെ തന്ത്രപൂർവ്വം വീട്ടിലെത്തിച്ചായിരുന്നു ക്രൂരമർദ്ദനം. യുവാക്കൾക്ക് രശ്മിയുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നും അതിന്റെ തുടർച്ചയായാണ് മർദ്ദനമുണ്ടായത് എന്നും പോലീസ് വ്യക്തമാക്കി. യുവാക്കളും രശ്മിയുമായി സെക്സ് ചാറ്റ് നടത്തിയിരുന്നു. ഇത് ഭർത്താവ് ജയേഷ് കണ്ടെത്തിയതിനെ തുടർന്ന് വഴക്കുണ്ടായി. പിന്നീട് രശ്മിയും ജയേഷുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. പക്ഷേ യുവാക്കളോടുള്ള പക സൂക്ഷിച്ച ജയേഷ് രശ്മിയുടെ സഹായത്തോടെ അവരെ വിളിച്ചുവരുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം. രശ്മി യുവാക്കളെ മർദ്ദിക്കാൻ സുമനസാലെ തയ്യാറായതാണോ അതോ ജയേഷിന്റെ സമ്മർദ്ദം മൂലം കൂട്ടുനിന്നതാണോ എന്നതിൽ വ്യക്തതയില്ല. രശ്മിയുമായുള്ള ചാറ്റുകളും ദൃശ്യങ്ങളും യുവാക്കളുടെ ഫോണിലുണ്ടെന്ന സംശയത്തിലാണ് പീഡനമെന്നും പോലീസ് കരുതുന്നു. ജയേഷിന്റെ ഫോണിലെ രഹസ്യ ഫോൾഡറിൽ മർദ്ദനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളും മറ്റു വിവരങ്ങളും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു. റാന്നി സ്വദേശിയായ യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിക്കുകയും പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും ചെയ്തു. വീട്ടിലെ മുറിയിൽ തലകീഴായി കെട്ടിത്തൂക്കി ഇരുമ്പ് വടികൊണ്ടാണ് പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചത്. വീട്ടിൽ ചെന്നപ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷം. ജയേഷും വൈഫും മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് കയറി അവിടെ കുറച്ചേരം സംസാരിക്കാൻ നോക്കി. വീടെന്ന് പറയാൻ പറ്റത്തില്ല, വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ. സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് പെട്ടെന്ന് പെപ്പർ സ്പ്രേയും വേറെന്തോ കുട്ടിന്റെ മുഖത്തടിച്ച് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ. കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നല്ല തലയിറക്കം തോന്നുന്നുണ്ട്. ആ സമയത്ത് എന്നെ 2 പേരുടെ കൂടി കൈ കൂട്ടി കെട്ടി കയർ പ്ലാസ്റ്റിക് വെച്ച് കൈയും കൂടെ കെട്ടിയിട്ട് ആദ്യം കാലത്താണ് കിട്ടുന്നത്. പിന്നെ കയറിട്ട് കെട്ടി ഞങ്ങളുടെ ഉത്തരത്തിലോട്ട് വലിച്ചു തൂക്കിയിട്ട് അതിന് മുന്നേ ജയേഷിനെ നല്ലതായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു. അവിടെ കണ്ണിൽ പെത്രപ്പുഴയാണ്, കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. അതിന് വലിച്ചു തൂക്കിയിട്ട് കാലും കൂട്ടി കെട്ടിയിട്ട് തൂക്കി ഇങ്ങനെ തൂക്കി കെട്ടി നിർത്തിയേക്കുക. അതിന് ശേഷം കമ്പിയടി, പിന്നെ കമ്പിയടി ഏറ്റവും ഉപദ്രവിച്ച കമ്പിയടി വെച്ചിട്ടാണ്. നട്ടലിന് പൊട്ടൽ വരെ വന്ന, വാരിയിൽ നിന്നും പൊട്ടൽ വന്ന് ആ കമ്പിയടി ഉപയോഗിച്ചിട്ടാണ് അതുപോലെ അട്ടിച്ച അവസാനത്തിലാക്കി. രശ്മിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതായി അഭിനയിക്കാനും പ്രതികൾ നിർബന്ധിച്ചു. ഇത് മൊബൈലിൽ പ്രതികൾ പകർത്തുകയും ചെയ്തു. വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി. അതിനിടയ്ക്ക് ഇവര് സംസാരിക്കുന്നതൊക്കെ വേറെന്തോ ഒരു എന്നാ പറയണ്ടേ, ഒരു എന്തോ പൂജയോ കാര്യങ്ങൾ ഇവരുടെ പൂർവികരുമായിട്ട് കേട്ട് ഇവരുടെ പൂർവികരാണെന്ന് അങ്ങനെയൊക്കെ വിശ്വസിച്ചാണ് സംസാരിക്കുന്നത്. രശ്മി ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുക, ഒരു വീഡിയോ എടുക്കുക. ഈ ചെയ്യുന്ന എല്ലാ രശ്മിയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ കാലിന് 5 വിരലിൽ മുട്ടുകൂലി, കാലിന് മുട്ട് പൊട്ടിച്ചിട്ട് ആ മുറിവിനകത്തോട്ട് പെപ്പർ സ്പ്രേ അടിച്ച് നിറയ്ക്കുക. പിന്നെ കാണിക്കാത്ത സ്റ്റാപ്ലർ, എന്റെ പെനിസ് വലിച്ചു പിടിച്ചിട്ട് രശ്മിയാണ് അവർ സ്റ്റാപ്ലർ അടിക്കുന്നത്. ജയേഷ് ഇങ്ങനെ വലിച്ചു പിടിച്ചു രശ്മി ഇങ്ങനെ സ്റ്റാപ്ലർ അടിക്കുക. പുറത്ത് മൊത്തം സ്റ്റാപ്ലർ. അനുഭവിക്കാനൊന്നുമില്ല, ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ പരുവത്തിലാണ് എന്നെ പുതുമണ്ണ പാടത്തിനോടെ കൊണ്ട് ഉപേക്ഷിക്കുന്നത്. അവശനായ യുവാവിനെ പിന്നീട് തൊട്ടടുത്ത ജംഗ്ഷനിലെത്തിച്ച് ഉപേക്ഷിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഇയാളെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. മാനഹാനി ഭയന്നാണ് യുവാക്കൾ ആദ്യഘട്ടത്തിൽ മർദ്ദന വിവരം പുറത്തു പറയാതിരുന്നത്. മർദ്ദനത്തിന് മുൻപ് ആഭിചാരക്രിയ നടത്തിയെന്നും പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇരയായ യുവാവ് പറഞ്ഞിരുന്നു.
ഇതിൽ ആഭിചാരം നാടകമായിരുന്നുവെന്നും അന്വേഷണമുണ്ടായാൽ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും പോലീസ് സംശയിക്കുന്നു. സൈക്കോ മനോഭാവമുള്ള വ്യക്തികളാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഹണി ട്രാപ്പ് ഇവർ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട.